welcome back to our channel Valley of Beauty. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആതിര. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫേസ് മാസ്കോ ഹെയർ മാസ്കോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഇതിനേക്കാളും കൂടുതൽ ഒരു സ്കിൻ കെയറിന് ഒരു സിമ്പിളായിട്ടുള്ളൊരു റെമഡി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനു വേണ്ടി നമുക്ക് ഒന്നും തന്നെ മിക്സ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഒരു സാധനം റോ ആയിട്ട് അങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയല്ലേ, അതെ, നേന്ത്രപ്പഴത്തിൻ്റെ പീലാണ്. ഇപ്പം ഞാനിങ്ങനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇത് ഫ്രഷായിട്ട് തന്നെ എടുക്കുക. ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് കറുത്തു പോകും. നമ്മൾ കുറേ നേരം വച്ചിട്ടുള്ള സാധനമൊന്നും യൂസ് ചെയ്യരുത്, ഫ്രഷായിട്ട് തന്നെ ഉള്ളത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഒരു 3 ബെനിഫിറ്റ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ്, അപ്പോൾ ഇതുകൊണ്ടുള്ള ആദ്യത്തെ ബെനിഫിറ്റ് നമ്മുടെ ഫൈൻ ലൈൻസ് ഉണ്ടായിരിക്കുമല്ലോ, അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുഖത്ത് ആവശ്യമില്ലാത്ത കുറേ വരകളൊക്കെ വരുന്നുണ്ടാവില്ലേ, അത് റിമൂവ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ആണ് നമ്മുടെ ഈ ഒരു ബനാന പീൽ എന്ന് പറയുന്നത്. നേന്ത്രപ്പഴത്തിൻ്റെ ഈ ഒരു തൊലി അത് വെച്ചിട്ട് വളരെ സിമ്പിളാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ട് റബ്ബ് ചെയ്യുക, മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലെ ഭാഗം കേട്ടോ. ഇപ്പോൾ ഈ തൊലിയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ അതങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ തൊലിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏജിങ് ആവുന്നത് കുറയ്ക്കുക. അതുപോലെ സ്കിന്നൊക്കെ നല്ല ഈവൺ ഔട്ട് ചെയ്യുക. പിന്നെ നല്ല ടൈറ്റൻ ചെയ്യുക. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ബെനിഫിറ്റ്, രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഉണ്ടാവുന്ന സർക്കിൾസ് ഉണ്ടല്ലോ, ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവില്ലേ, അതുപോലെ ഭയങ്കര പഫി ഐസ്, അതായത് ഇവിടെ ഈ ഒരു കൺതടം ഭയങ്കരമായിട്ട് തൂങ്ങിക്കിടക്കുന്ന പോലെ അങ്ങനെ വീർത്തിരിക്കുന്നത് ഉണ്ടാവില്ലേ, അങ്ങനെ വരുന്നതിനെയാണ് പഫി ഐസ് എന്ന് പറയുക. അപ്പോൾ ഈ ഡാർക്ക് സർക്കിൾസും പഫി ഐസൊക്കെ മാറ്റാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പീല്. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇതേ സംഭവം തന്നെ ജസ്റ്റ് ആ ഒരു ഉള്ളിലെ ഭാഗം വെച്ചിട്ട് ഇവിടെ ഒന്ന് റബ്ബ് ചെയ്യുക. പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങുക. ഒരു രാത്രി ഫുള്ളായിട്ട് അങ്ങനെ കിടന്നിട്ട് പിന്നത്തെ ദിവസം നമുക്ക് ഒരു സാധാരണ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ നോർമൽ വാട്ടർ വെച്ചിട്ട് കഴിക്കണം. തേർഡ് ബെനിഫിറ്റ്, മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാർ ഉണ്ടാവും. അതിൻ്റെ ചെറിയ പാടുകളൊക്കെ പിന്നെ മുഖത്ത് കുറച്ച് നാളുണ്ടായിരിക്കും. ചിലർക്കത് പോകാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ മുഖക്കുരു വരുന്നത്, അതുപോലെ അതിൻ്റെ പാടുകൾ വരുന്നത്, ഇതൊക്കെ കളയാനായിട്ട് ഈ പീലിന് പറ്റും. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഭാഗത്ത്, സ്കാറുള്ള ഭാഗത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴാണോ അതിൻ്റെ ആ ഉൾഭാഗം, ഇതിപ്പോൾ ഒരു യെല്ലോ കളറല്ലേ, ഇത് നല്ല ബ്രൗൺ ആയി ചിലപ്പോൾ ഒരു ബ്ലാക്ക് പോലെയൊക്കെ ആവും. അതാവുന്നവരെയും അവിടെ തന്നെ റബ്ബ് ചെയ്യണം. അത് അധികം നേരമൊന്നും എടുക്കില്ല, വേഗം തന്നെ ആവും. അത്രയും നേരം റബ്ബ് ചെയ്യുക. എന്നിട്ട് അത് അങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് വാം വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യാം. പിന്നെ ഈ റെമഡീസ് എല്ലാം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. ഈ ഒരു പീലെടുക്കുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഷെയ്ഡിലായിരിക്കും. നമ്മളത് റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ മാറി ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരെ എത്തും. അങ്ങനെ ബ്ലാക്ക് ആവുന്ന വരെ മാത്രമേ ഇത് വെച്ച് റബ്ബ് ചെയ്യാൻ പാടുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണം പോയി എന്നാണ്. അപ്പോൾ അടുത്തൊരു പീല് വെച്ചിട്ട് നമുക്ക് റബ്ബ് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം പീസാണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കുറേ കട്ട് ചെയ്ത് കുഞ്ഞു പീസായിട്ട് എടുക്കാം. നമുക്ക് അങ്ങനെ റബ്ബ് ചെയ്ത് ഓരോ തവണയും ഇത് മാറ്റുക. ആ ബ്ലാക്ക് ആവുമ്പോൾ ഇത് മാറ്റുക. എന്നിട്ട് അടുത്ത് യൂസ് ചെയ്യാം.
ഇപ്പോൾ ഈ പറഞ്ഞ 3 ബെനിഫിറ്റ്സ് കൂടാതെ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നും നമുക്കില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഫേസിനൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പീലിന് പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഡെയിലി നമ്മൾ ഈ പീൽ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി കളയുകയാണെങ്കിൽ നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിന്. കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, അതാണ് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെറുതെ ഞാൻ എന്താ പറയുക, നിങ്ങളുടെ ഒരു ഡെമോ പോലെ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു പീലെടുക്കുക. അതിനുശേഷം ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. ഒന്നുമില്ല, സീസേഴ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ എടുക്കുകയാണ്. ഇതെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യല്ല, റബ്ബ് ചെയ്യുക. അപ്പം ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു കളറായി കണ്ടോ, ഒരു ബ്ലാക്ക് കളർ പോലെ വരുന്നത്. ഇത്രയാവുമ്പോൾ ഇതങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് അടുത്ത പീലെടുക്കുക, ഇതുപോലെ തന്നെ റബ്ബ് ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിനും സിമ്പിളായിട്ടുള്ളൊരു വഴി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണും വരയ്ക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.